ആവേശമുള്ള തൃശ്ശൂരിൽ ഇപ്പോൾ പുലിക്കളി ആവേശമാണ്. ഓണാഘോഷത്തിന്റെ സമാപനം കൂടിയാണ് പുലിക്കളി. ഇത്തവണ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളോടെയും ആഘോഷങ്ങളോടെയും ഒക്കെയാണ് പുലിക്കളി ആഘോഷിക്കുന്നത്. ആ ഒരു ആരവം, പുലി ആരവം, മേളം, അതെല്ലാം കൊണ്ട് നഗരം ഇപ്പോൾ വർണ്ണാഭമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താളമേളങ്ങളോടെ പുലിച്ചുവടുകളുമായി പുലികൾ വർണ്ണവൈവിധ്യം കൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള പുലികളെ നമുക്ക് കാണാൻ കഴിയുന്നു. പല നിറങ്ങളിൽ ഉള്ള പുലികൾ, കൂടാതെ LED പുലിയൊക്കെ ഉൾപ്പെടെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ സർപ്രൈസുകളും സസ്പെൻസുകളും ഒക്കെ അതിനൊക്കെയായി നമ്മൾ കാത്തിരിക്കുകയാണ്. കാഴ്ചകൾ കാണാനായി നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം, സുർജിത് അയ്യപ്പത്ത്, ശ്രീനിത, ഒപ്പം തന്നെ സ്മിത ഹരിദാസ്. ഒരിക്കൽ കൂടി ഹാഷ്മിയിലേക്ക് പോകുന്നു. ഹാഷ്മി, നേരത്തെ ശ്രീനിത പറയുന്നുണ്ടായിരുന്നു അയ്യന്തോൾ രാജാക്കന്മാരാണ് എന്നത്. അവരുടെ ഒരു സർപ്രൈസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പുലിക്കുടയാണ്, ഇതുവരെ കാണാത്ത കാഴ്ചയാണ്. പൂരത്തിന് മാത്രം നമ്മൾ കാണുന്ന കാഴ്ച ഇപ്പോൾ പുലിക്കളിക്കും കുട വന്നു കഴിഞ്ഞിരിക്കുന്നു. നല്ല ഭംഗിയായി അവർ നീങ്ങുന്നത് കണ്ടു, നല്ല കുടയും ഒക്കെ പിടിച്ചുകൊണ്ട്. ഹാഷ്മിക്ക് അവിടെ കാണാൻ കഴിയുന്ന സർപ്രൈസ് എന്തൊക്കെയാണ്? ഉറപ്പായും അനുജ, ആ പുലിക്കൂട എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ തന്നെ പറയുന്നതാണ് അനുജ. ഇന്നലെ മുതൽ തന്നെ അവർ പറയുന്നുണ്ട് ട്രാൻസ്പെറൻറ്റ് കൂട എന്നുള്ള കാര്യം. അത് അവരുടെ ചെറിയ എന്ന് പറഞ്ഞാൽ അവരുടെ സർപ്രൈസുകളിൽ തീരെ ചെറിയ സർപ്രൈസുകളൊന്നാണ്. അത് എന്ന് പറഞ്ഞാൽ അത് ഇന്നലെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ലാത്ത സർപ്രൈസുകളൊന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല സർപ്രൈസ്, അവരുടെ സർപ്രൈസുകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അത് ഈ പറഞ്ഞ ഉലക്കയിലെ പുലി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഉലക്കയിലെ പുലി എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഉലക്കയിലെ പുലി എന്നുള്ള കാര്യം അത് ആ പുലി വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും നടുവിലാലിലേക്ക് അയ്യന്തോളിൻ്റെ പുലികളി സംഘം ഇങ്ങോട്ടേക്ക് അരമണിക്കിലേക്ക് ആ ചൂട് വെച്ച് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അനുജ, ഇതിൽ അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമാണ്. പുലികളിക്ക് ഒരുപക്ഷെ ലോകത്തിലെ ഏതെങ്കിലും മത്സരത്തിന് അച്ചടക്കത്തിന് മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പുലികളിക്കായിരിക്കണം. അതുകൊണ്ട് കേവലം വലിയ വയറോ കേവലം വലിയ മേക്കപ്പ് മാത്രം ഉണ്ടായാൽ മതിയാവില്ല. അതിന് കൃത്യമായ അച്ചടക്കമടക്കമുള്ള ഈ പറഞ്ഞ താളബോധമടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തിയാണ് അതിലുള്ള കപ്പ് കൊടുക്കുക. അതുകൊണ്ട് അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഏതെങ്കിലും ഒരു പുലി മറ്റൊരു പുലിയെ മറികടക്കാതെ അല്ലെങ്കിൽ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ചൂട് പിഴയ്ക്കാതെ അച്ചടക്കത്തോടെ വരിവരിയായി മാത്രമാണ് ആ പുലികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അയ്യന്തോളിലെ പുലികൾ ഒരു കരിമ്പുലി ഉണ്ട് അനുജ, അത് കാണാൻ കഴിയുന്നുണ്ട് തോന്നുന്നു. നല്ല കരിമ്പുലി, സാധാരണ വരയംപുലിയുണ്ട്, നീളം പുലിയുണ്ട്, ഈ പറഞ്ഞ പുള്ളിപ്പുലിയുണ്ട്, കരിമ്പൻ പുലിയുണ്ട്, പച്ചപ്പുലി മഞ്ഞപ്പുലി ഒക്കെ സാധാരണ ഇതിലുള്ള പുലികളാണ്. വരയംപുലികൾ കൂടുതലായി വരയംപുലികളാണ്. ഇതിൻ്റെ പിന്നാലെയാണ് വരുന്നത്. നേരത്തെ ശങ്കരൻകുളങ്ങര ദേശത്തിന് സത്യം പറഞ്ഞാൽ അത്രയധികം പുലികൾ ഉണ്ടായിരുന്നു, അത്രയധികം എണ്ണത്തിൽ പുലികൾ ഉണ്ടായിരുന്നില്ല. 51 എണ്ണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ശങ്കരൻകുളങ്ങര ദേശം അത്ര പുലികൾ ഉണ്ടായിരുന്നില്ല. അയ്യന്തോൾ അങ്ങനെയല്ല. അയ്യന്തോൾ വലിയ പ്രതാപശാലികളുടെ ഒരു ദേശമാണ്. പ്രതാപശാലികളുടെ ദേശത്തിൽ എന്തായാലും പുലികളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, പുലികളുടെ 51 എന്ന് പറഞ്ഞാൽ 51 എണ്ണം പറഞ്ഞ പുലികളാണ്. ഇവിടെ ഈ കൊട്ടിനനുസരിച്ച് തൃശ്ശൂരുകാരുടെ കൈ ഇങ്ങനെ ആകാശത്തേക്ക് മേപ്പോട്ട് ഉയരുന്നുണ്ട്. അതെല്ലാ തവണ ഇങ്ങനെ കാണുന്നതാണ്, ആ കൊട്ട് കാണുന്നതാണ്. ഈ കൊട്ടും ഈ മേളവും ഈ താളവും ഒക്കെ തൃശ്ശൂരുകാരുടെ ജീവനിൽ അല്ലെങ്കിൽ ആത്മാവിലേക്ക് അലിഞ്ഞു ചേർന്നതാണ്. ഇവിടെ താളം വെച്ച്, ഈ താളം ചെറിയ താളമല്ല, ഇത് കേവലം കുറച്ച് വയറുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഈ പുലികളി. അതിന് കൃത്യമായ മാസങ്ങളുടെ അധ്വാനം അതിൽ ആവശ്യമുണ്ട്. അയ്യന്തോള് കപ്പടിക്കോ? പിന്നെന്താ, അയ്യന്തോള് വോളണ്ടിയർമാരും ഇങ്ങനെ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ ശക്തമായി പണിയെടുക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അറിയാനുള്ളത് ഈ പറഞ്ഞ ഒലക്കയിലെ പുലി എന്താണെന്നാണ് ഞാൻ അറിയാനുള്ളത്. ചേട്ടാ, ഒലക്കയിലെ പുലി എന്തോ അറിയാവോ? ഇല്ല, ഈ പ്രാവശ്യം അറിഞ്ഞൂടാ. ഒലക്കയിലെ പുലി ഉണ്ടോ? അറിയോ? ഒലക്കയിലെ പുലി എന്തോ അറിയോ? അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാൽ അയ്യന്തോൾ ദേശത്തിന് ഒലക്കയിൽ ഒരു പുലിയുണ്ട് എന്ന് മാത്രം എല്ലാവർക്കും അറിയാം. അത് എന്താണ്, അതിൻ്റെ ഭാവന എന്താണ്, അത് കൺസെപ്റ്റ് എന്താണ്, അത് കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ധാരണ ആർക്കുമില്ല. എന്തായാലും അയ്യന്തോൾ ദേശം നടുവിലാലിലേക്ക് എത്തിയിരിക്കും. നടുവിലാലിൽ ഇവിടെ ഗണപതി ക്ഷേത്രമുണ്ട്. ഗണപതി ക്ഷേത്രത്തിന് ചുറ്റിൽ ഒരു നാളികേരം ഉടച്ചുകൊണ്ടാണ് സ്വരാജനകത്തേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ അവിടെ ഫ്ലാഗ് ഓഫ് കൂടി ആയ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സംഘം അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ പുലികളി മാത്രമല്ല, ഇതിന് പിന്നിൽ ഒരു പുലിവണ്ടിയുണ്ട്, അയ്യന്തോളിലെ പുലിവണ്ടി. അത് പുലിയല്ല, യഥാർത്ഥത്തിൽ പുലിയുടെ തലയും മീനിൻ്റെ ഉടലുമുള്ള ഒരു മീൻപുലി വണ്ടി അല്ലെങ്കിൽ പുലിമീൻ വണ്ടി എന്ന് പറഞ്ഞ വലിയ ഒരു വണ്ടി ഇതിന് തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അതടക്കം ഈ സർപ്രൈസിൻ്റെ ഭാഗമാണ്. ഈ നിശ്ചല ദൃശ്യങ്ങളുണ്ട്, ഫ്ലോട്ടുകളുണ്ട്. പുലികൾ മാത്രമല്ല ഈ പുലികളി സംഘത്തിൻ്റെ. എന്തായാലും ഈ അയ്യന്തോൾ ആവട്ടെ, ശങ്കരൻകുളങ്ങര ആവട്ടെ, മറ്റു ദേശങ്ങളാവട്ടെ, അവിടെ വലിയ മത്സരങ്ങൾ നടക്കുന്നത്. അനുജ, ആര് കപ്പെടുക്കും എന്നുള്ള ആകാംക്ഷ വലിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെയൊക്കെ ഒരു മത്സരത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പുലിയും തൃശ്ശൂരിൻ്റെ പുലിയാണ് എന്ന ഒരു സ്പിരിറ്റ് എല്ലാ ദേശങ്ങൾക്കും ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ വയറം പുലി ആരുടേതാണ് എന്നുള്ള ഒരാകാംക്ഷ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് അയ്യന്തോളിൻ്റെ ആണെന്ന് അറിയില്ല. അയ്യന്തോളിൻ്റെ 1, 2, 3, 4, 5-ാം നിരയിൽ ഒരു വലിയ വയറുള്ള
ഒരു ചേട്ടൻ സാധാരണഗതിയിൽ ഡാ കൊടവേറ എന്ന് വിളിച്ചാൽ അത് ബോഡി ഷേമിംഗ് ആവുമെങ്കിൽ തൃശ്ശൂർ പൂര അല്ലെങ്കിൽ പുലികളിക്ക് ഈ പൂരനഗരിയിൽ പുലികളി നഗരിയിൽ ഡാ കൊടവേറ എന്ന് വിളിച്ചാൽ അത് ഒരു ക്രെഡിറ്റാണ്. അങ്ങനെ കൊടവയർ കുലുക്കി ആ കൊടവയറിൽ കെട്ടിയ അരമണി കുലുക്കി ഈ പറയുന്ന അതിൻ്റെ ദ്രുതതാളം, ഈ പുലിത്താളം എന്ന് പറയുന്നത് അനുജ പുലിത്താളം ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല. ഒരു പ്രത്യേകതരം താളമാണ്. ത്രിപുര അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കേട്ടുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനും അല്ലാതെ നമുക്ക് കേട്ടുള്ള താളങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ താളം, ഈ പുലിത്താളം ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ സംഗീതാവബോധം ഇല്ലാത്തവർക്ക് പോലും ഈ താളം കേട്ടാൽ തുള്ളാൻ തോന്നുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ താളത്തിൻ്റെ ഒരു മാജിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.